വയസ്സെത്രയായി? 64. എന്റെ ഐസി ചെറിയ പിള്ളേരെ പോലെ. അതുകൊണ്ട് നമ്മുടെ നാണക്കാരനായ ബില്ലക്കുട്ടന്റെ ആധാർ കാർഡ് എടുക്കാൻ വന്നതാണ് കേട്ടോ. ആധാർ കാർഡ് കിട്ടാൻ ഒരുപാട് പ്രോസസ് ഉണ്ട് അല്ലേ? ഐ ടെസ്റ്റ് നടത്തണം, ഫിംഗർ പ്രിന്റ് നടത്തണം, ഫോട്ടോ എടുക്കണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ കഷ്ടകാലം എന്ന് പറയാലോ, ഇവന്റെ ആധാർ കാർഡ് റിജക്റ്റ് ആയ കേട്ടോ. സംഭവം നമുക്ക് കിട്ടിയില്ല. നമ്മളെ തേജക്കുട്ടനും ബിലാലിനും ആധാർ കാർഡ് നേരത്തെ കിട്ടി കേട്ടാ. ബില്ലേന്റെ കാര്യമാണ് കഷ്ടത്തിലായത്. അങ്ങനെ ഞങ്ങൾ ബില്ലക്കുട്ടന്റെ ആധാർ കാർഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വടകരയിൽ നിന്ന് നേരെ ദിശയുടെ നാടായ ഉപ്പളയിൽ കൂടി മംഗലാപുരത്തേക്ക് പോകേണ്ട പരിപാടിയാണ് കേട്ടോ. ഇത് ഉപ്പളയാണല്ലേ, കണ്ടാൽ മനസ്സിലാവൂല. റോഡ് പണി കാരണം ആകെ മൊത്തം അലമ്പായിട്ടുള്ളത്. എന്തായാലും എല്ലാ പണിയും കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേരള ബോർഡറിലെത്തി കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാപ്പ ആധാർ കാർഡ് ശരിയാക്കാൻ മംഗലാപുരം പോകുന്നതെന്ന് അല്ലെ? അതെന്താണ് കാരണം എന്ന് വെച്ചാല്, ബില്ലിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റില് അമ്മയുടെ പേര് ദിശ എന്ന് വേണ്ടെടുത്ത് ഡോക്ടർ ദിശ എന്നാണ്. ഈ ഡോക്ടർ എന്നുള്ള പേര് നമുക്കൊരു ബാധ്യതയായി മാറി. ആ ഡോക്ടർ എന്നുള്ള പേര് കട്ട് ചെയ്യണം. അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾ ആദ്യം പോകേണ്ടത് മാംഗ്ലൂർ കോർപ്പറേഷനിലാണ് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ മാംഗ്ലൂർ കോർപ്പറേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ എത്തി. കൂടെ നമ്മളെല്ലാ ടീംസും കേട്ടോ, എല്ലാം ഇവിടുന്ന് തിരിഞ്ഞു കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൂടെ വന്ന എല്ലാവരെയും ഒരു സൈഡിലേക്ക് ഇരുത്തി ഞാനും ദിശയും മാത്രം ഓഫീസിലേക്ക് പോയട്ടോ. ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കോർപ്പറേഷന് മുമ്പിൽ ഒരു കസേരയായിട്ടൊരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. മൂപ്പറോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മൂപ്പർ തന്നെ വ്യക്തമായിട്ട് വളരെ സഹകരണത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ സന്തോഷം തോന്നി കേട്ടോ. എല്ലാ അറിവും ഉണ്ട്, അതുപോലെ നല്ല സഹകരണമുള്ള ഇതുപോലുള്ള ആളുകളെ കാണാൻ വളരെ 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 ബുദ്ധിമുട്ടാണ്. അവിടുന്ന് 1-2 പേപ്പറൊക്കെ കിട്ടി. അവിടുന്ന് അവർ പറഞ്ഞ് നോട്ടറി അറ്റസ്റ്റേഷൻ വേണം, അപ്പോൾ നോട്ടറി അഡ്വക്കേറ്റ് ഒന്ന് കാണണം. കോർപ്പറേഷന് നേരെ ഓപ്പോസിറ്റ് ഒരു നോട്ടറി അഡ്വക്കേറ്റ് ഉണ്ട്. ഞങ്ങൾ മൂപ്പറെടുത്ത് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മൂപ്പർ പ്രോപ്പറായിട്ട് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ. അതിനുവേണ്ടി ഇനി പോകേണ്ടത് ദിശ എന്റെ 3 മക്കളെയും പ്രസവിച്ച ഫാദർ മുള്ളർ ഹോസ്പിറ്റലിലാണ്, നമ്മളെ മാംഗ്ലൂരിലുള്ള. അങ്ങനെ വണ്ടി നേരെ പുറപ്പെട്ടു ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക്. വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് പുറകിലോട്ട് പോകേണ്ടത് കൊണ്ട് ഞാൻ കൂടെ വന്നവരൊക്കെ സൈഡിലേക്ക് തട്ടി. ദിശ പേപ്പർ ശരിയാക്കാൻ വേണ്ടി ഓഫീസുകളിലേക്ക് പോയി. ഞാൻ വണ്ടിയെടുത്ത് നേരെ പാർക്ക് ചെയ്യാൻ വേണ്ടി പുറകിലോട്ട് പോയട്ടോ. ഈ സ്ഥലമൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പരിചയമുണ്ട്. കാരണം എൻ്റെ 3 മക്കളിൽ ഒരാളുടെ പ്രസവത്തിന് ഞാൻ ദിശയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ഭാര്യമാർ പ്രസവിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുമ്പോൾ എന്റെ പ്രിയതമ ദിശ 3 പ്രസവവും ചുരുങ്ങിയ ചെലവിൽ ഇവിടെ നിന്ന് സാധിച്ചു തന്നു. ഈ ഒരു അവസരത്തിൽ ഞാൻ ദിശയോട് നന്ദി പറയുന്നു. ദിശയെ നന്ദി. ഞാൻ ദിശയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അപ്പോഴേക്കും എല്ലാവരും ടയേർഡായിരുന്നു. ഭക്ഷണത്തിനുള്ള സമയമായി. അപ്പോൾ അവിടെയുള്ള തൊട്ടടുത്തുള്ള ക്യാൻറ്റീനിൽ പോയി ഞങ്ങളെല്ലാവരും പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ചു. അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ കമലമ്മയുടെ കുറച്ച് പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാം. അല്ല കമല, വയസ്സെത്രയായി? 64. എന്റെ ഐസി ചെറിയ പിള്ളേരെ പോലെ. അതുകൊണ്ട് 70. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസാ. ശരി, മര്യാദ പബ്ലിക് ആയിട്ട് ഐസ് തിന്നാൻ പാടില്ല. അത് ശരി. എന്താ ടീച്ചർ പറഞ്ഞേ? തിന്നാൻ വേണ്ടിയല്ലേ അവര് വിൽക്കാൻ വെച്ചത്. ഓ, അത് ശരി. ആണോ മണില്ല പബ്ലിക്കായിട്ട് ഇങ്ങനെ ഐസ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഐസൊക്കെ തിന്ന് ഞങ്ങൾ നേരെ ദിശയുടെ വീട്ടിലേക്ക് പോയട്ടോ, കൈക്കമ്പയിലേക്ക്. ഞങ്ങൾക്ക് വേണ്ട പേപ്പർ നാളെ രാവിലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നേരെ ദിശയുടെ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും ഫാദർ മുള്ളർ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടോ. ഇവിടുത്തെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളുടെയും സംസാരവും നമ്മളോട് പെരുമാറുന്ന രീതിയും സർവീസും ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ എടുത്തു പറഞ്ഞത്. നമ്മളെ നാട്ടിലെ സർവീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളിൽ പലർക്കും ഊഹിക്കാൻ കഴിയും. ഇപ്പം അടുത്ത് ഞാനൊരു ഓഫീസിൽ പോയി, സ്ഥലവും ആളും പറയുന്നില്ല, ഒരു ഓഫീസിൽ പോയി ഒരു കാര്യം അന്വേഷിക്കാൻ പോയതാണ്. ആ സാറിന്റെ ആ മുഖം ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ഇവിടെ ഈ കള്ളിമുണ്ട് കൊടുത്ത ആളെ നിങ്ങൾ കണ്ടോ? അദ്ദേഹം ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി വന്നതാണ്.
അവിടുന്ന് അവിടെ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റ് അവരോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ്. അതായത് അവരുടെ പേപ്പർ ശരിയാവാൻ 1-2 പേപ്പറുകളുടെ വേണം. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ നമ്പർ വാട്സപ്പിലേക്ക് നിങ്ങളുടെ പേപ്പറുകൾക്ക് അയച്ചാൽ മതി, എന്നിട്ട് നാളെ രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ തിരിച്ച് ഈ പേപ്പർ ശരിയാക്കിയിട്ട് തിരിച്ചയച്ചു തരാം. അതായത് അയാൾ ഇനി പോയിട്ട് തിരിച്ച് വരേണ്ട ആവശ്യമില്ല, നിങ്ങളെ 2 പേപ്പർ എനിക്ക് വാട്സപ്പിലേക്ക് അയച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ പേപ്പർ ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചിട്ട് വാട്സപ്പിലേക്ക് ഞാൻ തിരിച്ചയച്ചു തരാമെന്ന്. അങ്ങനെയുള്ള എത്ര സ്റ്റാഫുകളുണ്ട് നമ്മുടെ നാട്ടിൽ. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ഒരാൾ വന്നപ്പോൾ അവർ പെരുമാറിയ ആ രീതി കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അവിടുത്തെ സ്റ്റാഫുകളോടും പ്രത്യേകിച്ച് ഇപ്പൊ കണ്ട ആ കുട്ടിയോടൊക്കെ ഭയങ്കര സ്നേഹവും സന്തോഷമൊക്കെ തോന്നി കേട്ടോ. ഇതുപോലത്തെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളും അത് പുറത്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയണം. ഈ വീഡിയോ അങ്ങനെ കമന്റുകൾ ഇടാനുള്ള ഒരു നൂലായി മാറട്ടെ. ആ പേപ്പറും കൊണ്ട് ഞങ്ങൾ വീണ്ടും നേരെ മാംഗ്ലൂർ കോർപ്പറേഷനിലേക്ക് വന്നു. അവിടുന്ന് ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഒന്നുകിൽ നമുക്ക് ഈ പേപ്പർ തപാലായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മായിയമ്മയും കുട്ടികളൊന്നും വന്നിട്ടില്ല. അവരൊക്കെ ദിശയുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ദിശയെ മാത്രമാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി മംഗലൂരു ടൗൺ ഒന്ന് കറങ്ങി. ദിശ ഒരുപാട് പൂക്കളൊക്കെ നോക്കി. പോരാതെ ഞങ്ങൾ ബസ്സിലാണ് വന്നത്. തിരിച്ചും ബസ്സിന് തന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നേരെ വിട്ടു. അവിടുന്ന് അതിന് മുമ്പ് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ദിശ 2 വടയും ഞാൻ നല്ല ഒരു നെയ് റോസ്റ്റും കഴിച്ചു. നെയ് റോസ്റ്റിൽ എന്തുമാത്രം നെയ്യാ. ഞാൻ പറഞ്ഞു, ദിശയോട് ഇതിൽ ഒരുപാട് നെയ്യുണ്ടല്ലോ, ഇപ്പം എന്താ ചെയ്യാന്ന്. ദിശ പറഞ്ഞ്, നെയ്യ് നല്ലോണം ഉണ്ടാവേണ്ടേന്ന്. നമ്മുടെ നാട്ടിലൊക്കെ നെയ്യ് കുറച്ച് വെച്ചിട്ടാണ്, ഇപ്പം നല്ല നെയ്യാണ്, ധൈര്യത്തിൽ കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിലേക്ക് കയറിയിട്ടു.